ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ്. അടുത്ത പ്രശ്നമാണ് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന അനുഭവം കഴിഞ്ഞ ദിവസം രാത്രിയിലുമുണ്ടായി. അട്ടമലയിൽ മാസങ്ങൾക്ക് മുൻപാണ് ഒരാളെ കാട്ടാന കൊലപ്പെടുത്തിയത്. വ്യാപകമായി ഈ മേഖലയിൽ കൃഷിനാശവും സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ചൂരൽമലയിലെ ജനപ്രതിനിധിയായ സുകുമാരന്റെ വീടിന്റെ തൊട്ടടുത്ത് കാട്ടാന എത്തിയത്. ചില കാർഷിക വിളകൾ നശിപ്പിച്ചു. ഇത് ഒറ്റപ്പെട്ട അനുഭവമല്ല. ഉരുൾപൊട്ടലിനിപ്പുറം ഈ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടടുത്ത് അസാധാരണമായ ശബ്ദം കേട്ടാണ് സുകുമാരനും വീട്ടുകാരും വീടിനോട് ചേർന്നുള്ള പറമ്പിലേക്ക് നോക്കുന്നത്. ഒരാന തെങ്ങ് കുത്തിയിടുകയാണ്. വാഴയും കമുകുമെല്ലാം പിഴുതെറിഞ്ഞാണ് പോയത്. അട്ടമലയിലും ചൂരൽമലയുടെ പരിസര പ്രദേശങ്ങളിലും മുണ്ടക്കൈയിലും പടവെട്ടിക്കുന്നിലും നീലിക്കാപ്പിലും വരെ കാട്ടാനകളുടെ വിഹാരമാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം എന്ന് മാത്രമല്ല, ഈ വന്യമൃഗശല്യം നമ്മുടെ പ്രദേശത്ത് രൂക്ഷമാണ്. കാരണം ഉരുൾപൊട്ടിയ ശേഷം ആ പ്രദേശങ്ങൾ ആൾക്കാരൊന്നും താമസമില്ല. നിലവിൽ വൈദ്യുതിയിൽ കംപ്ലീറ്റ് ഈ പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റുകൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ജനവാസമില്ലാത്ത മേഖലയിൽ കാട്ടാന ടൗണിലടക്കം വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ വില്ലേജ് സൈഡ്, ഡാം സൈഡിലൊക്കെയാണ് കാട്ടാന വന്നിരിക്കുന്നത്. അവിടെ നിലവിൽ താമസിക്കുന്നവർക്ക് വലിയൊരു പ്രതിസന്ധി കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിന് ശേഷം പുഴ കടന്നു പോകുന്ന ആനത്താരകൾ അടഞ്ഞു. ഇതോടെയാണ് കാടിറങ്ങിയെത്തുന്ന ആനകൾ നിത്യേനയെന്നോണം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത്. ആവശ്യത്തിന് തെരുവ് വിളക്കുകൾ ഇവിടെയില്ല. അതിനാൽ തന്നെ സുരക്ഷിതത്വവുമില്ല. നമ്മൾ ആവശ്യം അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഉദ്യോഗതലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിലൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. KSEBക്ക് 27 കോടി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഗോസോണും നോ ഗോസോൺ ഏരിയകളിൽ കംപ്ലീറ്റ് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കും. ഗോസോണിലുള്ള ഈ പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ പോസ്റ്റുകളിൽ ലൈറ്റുകൾ സ്ഥാപിക്കുക, അതിൽ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുക, അതുപോലെ തന്നെ മണ്ണിൻ്റെ അടി കേബിൾ അതുപോലെ വൈദ്യുതി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. നമുക്കിതൊന്നുമല്ല ആവശ്യം. നമുക്ക് അടിയന്തരമായിട്ട് ഈ വന്യമൃഗ ശല്യം തടയാനുള്ള എന്താ മാർഗം, അതുമായി ഉദ്യോഗസ്ഥന്മാർ ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഈ ലൈറ്റുകൾ, സോളാർ ലൈറ്റുകളും അതുപോലെ തന്നെ KSEBിയിലെ പോസ്റ്റുള്ള ലൈറ്റുകൾ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുക. തൊട്ടടുത്തുള്ള അട്ടമലയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ട് അധികകാലമായിട്ടില്ല. വീണ്ടും ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിൽ ഭീതിയുണ്ട്. ഉരുളെടുത്തു ബാക്കി വച്ച ഈ നാടിന് റീബിൽഡ് ചൂരൽമല പൂർണ്ണമാകണമെങ്കിൽ വന്യമൃഗശല്യത്തിനുള്ള ശാശ്വത പരിഹാരം കൂടി ഉണ്ടാകണം. ഇതിനായുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കണം. ഇതാണ് ഇന്നാട്ടുകാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ. മനുദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ചൂരൽമലയും ഒക്കെ തന്നെ മുണ്ടക്കയും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിലുണ്ട്. അവിടെ ഉണ്ടായ വലിയ ദുരന്തം, അതിൻ്റെ ആഘാതം ഇപ്പോഴും ആ നാട് മാറിയിട്ടില്ല. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം ഇതുപോലെ അവരെ ഉലയ്ക്കുന്നത്. എന്തായാലും വ്യാപകമായ കൃഷിനാശമാണ് ഈ വയനാട് ചൂരൽമല മേഖലയിൽ സംഭവിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഭീതിയോടെയാണ് ഇവിടുത്തുകാർ ഇപ്പോഴും കഴിയുന്നത് എന്നത് മറ്റൊരു വസ്തുത. നമുക്ക് ചില പ്രതികരണങ്ങൾ ഇവിടെയാണ്. വന്യമൃഗശല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ദുരന്തത്തിൻ്റെ വലിയ ദുരന്തമായി മാറിയിട്ടുണ്ട് ഈ വന്യമൃഗത്തിൻ്റെ ശല്യങ്ങൾ. ഇപ്പോൾ തൊട്ടടുത്ത് കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് നമ്മുടെ മെമ്പർ വീടിൻ്റെ മുറ്റത്ത് ഒരു ആന വന്നിട്ടുണ്ട്. ഒരു ഐഡിയയും കിട്ടുന്നില്ല ജനങ്ങളെല്ലാവരും ആശങ്കയിലാണ്. അല്ലെങ്കിൽ ഈ സർക്കാർ ചെയ്യേണ്ടത് ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ സർക്കാർ ഇവിടെ നിന്ന് മാറ്റുക. അല്ല, ഇവിടെ താമസിക്കാൻ വേണ്ടി സർക്കാർ പറയുമ്പോൾ അതിനുള്ള അവർക്ക് പേടി കൂടാതെ ജീവിക്കാനുള്ള ഒരു സൗകര്യമെങ്കിലും സർക്കാർ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ 90% ആളുകളുടെ ഉപജീവനമാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണ്. പ്രധാന ഉപജീവനമാർഗ്ഗം. തോട്ടം, അതായത് വലിയ തോട്ടങ്ങളാണെങ്കിലും ചെറിയ തോട്ടങ്ങൾ 10 സെൻറ്റുള്ളവരാണെങ്കിലും കൃഷിയാണ് ഉപജീവനമാർഗ്ഗം. ഒരു വർഷം കൊണ്ട് ഒരാൾ ഉണ്ടാക്കുന്ന കൃഷി 1 മിനിറ്റ് കൊണ്ട്, ഒരു ദിവസം കൊണ്ട് മൃഗം നശിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കൃഷിയെങ്കിലും ഇനി ബാക്കിയുള്ള അവശേഷിക്കുന്ന സമ്പത്തെങ്കിലും സംരക്ഷിക്കാനുള്ള നടപടി സർക്കാർ എത്രയും പെട്ടെന്ന് എടുക്കണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മുണ്ടക്കായി, അട്ടമല ആൾക്കാരില്ല. ഈ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് കാട്ടാന, മാന എല്ലാ മൃഗങ്ങളും ഇപ്പോൾ അവിടെ നിന്നിട്ട് പോരുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സുരക്ഷിതത്വം വേണം. കാരണം കാട്ടുമൃഗങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം എന്തായാലും വേണം. കൃഷി ഇവിടെ ജനങ്ങൾ താമസിക്കുന്നുണ്ടല്ലോ. ഇവിടെ മാത്രമല്ല, നമ്മൾ 8-ാം നമ്പർ നീലിക്കാപ്പ് ആ ഏരിയയിലൊക്കെ ആന വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണം. ഇവിടെ എത്രയോ കാലം ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എത്രയോ കാലം എല്ലാ വഴികളും അറിയുന്ന ആളാണ് ഇപ്പോൾ അടുത്തൊരു കാട്ടാന ആക്രമിച്ചത്. അതേമാതിരിക്ക് ഇനിയുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണം. പിന്നെ ഒരുപാട് തോട്ടങ്ങൾ ഇപ്പോൾ നിങ്ങൾ പോയാലും അറിയാം, അവിടെ ആന ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട്. കുറേ കവുങ്ങും തോട്ടം, കാപ്പിത്തോട്ടം, ഇതെല്ലാം ആനകൾ. അപ്പോൾ രാവിലെ ഇവിടെ പണിക്കാർക്ക് കാട്ടിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള ഒരു ഇതും കൂടി സംവിധാനം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഓരോ നാട്ടിലും അവിടുത്തുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടുകയാണ് നമ്മുടെ ലക്ഷ്യം. അത് പ്രേക്ഷകർ കൂടി അറിയാവുന്നതാണ്. എന്നാൽ അത് മാത്രമല്ല, അത്തരം പ്രശ്നങ്ങൾ അധികാരികളുടെ ഇടയിലേക്ക് വരുമ്പോൾ അവർ അതിൽ എന്ത് ഇടപെടൽ നടത്തുന്നു, എന്ത് മാറ്റം കൊണ്ടുവരുന്നു, അതും റിപ്പോർട്ടുകളായി ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഇതിപ്പോൾ ഇന്ന് പലയിടങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അതെന്താണ് എന്ന് ചോദിക്കുന്ന കുറേ പ്രേക്ഷകരെയും കണ്ടു. എന്തുകൊണ്ട് നിങ്ങൾ സർക്കാർ ഇടപെടുന്ന കാര്യങ്ങൾ പറയുന്നില്ല? അതും കൃത്യമായ റിപ്പോർട്ടുകളായി ഞങ്ങൾ നൽകാറുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങൾ കണ്ടു കാണില്ല എന്ന് മാത്രം. ഇന്നിപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മുടെ പ്രേക്ഷകർ പറയുന്നു. ചേറാടി പറയുന്ന ഒരു പരിഹാസരൂപേണ പറയുകയാണ്, കർഷകരെയൊക്കെ ഞങ്ങൾ എന്നേ പരിഗണനാ പരിധിയിൽ നിന്നും പുറത്താക്കി, ഞങ്ങൾക്ക് മുഖ്യം ഞങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്ഷേമം മാത്രം എന്ന് പരിഹസിക്കുകയാണ് ചേറാടി എന്നൊരു പ്രേക്ഷകൻ. ആ ഐഡിയിൽ നിന്നാണ് അത്തരം ഒരു കമൻറ്റ് വന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആശ വി പറയുന്നു, അല്ലെങ്കിലും ഈ സർക്കാർ എന്തിനാണ് പരിഹാരം കണ്ടിരിക്കുന്നത്? കർഷകർ, വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്നവർ, ഒന്നിനും ഒരു പരിഹാരം കാണുന്നില്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എല്ലാം സഹിക്കുക, അത്ര തന്നെ എന്ന് പൊറുതിമുട്ടി, അല്ലെങ്കിൽ ഇതിലൊന്നും കാര്യങ്ങളില്ല എന്ന് പറയുകയാണ് ആശ. അതോടൊപ്പം തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നു. വയനാട്ടുകാരുടെ ഈ ദുരിതത്തിന് എന്താണ് ഒരു ശാശ്വതമായ പരിഹാരം എന്ന് സീന മുഹമ്മദ് ചോദിക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ വിവിധ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്.